Hi, hello, this is Gynaecology from Radio Suno 91.7 FM. Satyam parna ende koodi ipo rendu beautiful doctors are joining with me, and here we are going to talk about a lot of things regarding the gynecology department. Why? Because women's health is very much important. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വുമൻസ് ഹെൽത്തിനെ കുറിച്ചിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ തന്നെ പറയാനായിട്ട് എൻ്റെ കൂടെ ഡോക്ടർ Vijayalakshmi and also Dr. Lufna has joined, the gynecologist from Reyada Medical Center. And first of all, welcome both of you to Radio Suno. Thank you so much. Thank you so much. Thank you for the compliment. Yes, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുകയാണ് രണ്ടുപേരും. നമ്മൾ സംസാരിക്കുന്നത് അത് തന്നെയാണ്. ബിക്കോസ് ഒരു ഔട്ട്സൈഡ് ബ്യൂട്ടിക്ക് ഒക്കെ തന്നെ ഉപരി we should also look after our inside health. അപ്പോൾ ആ ഒരു ഹെൽത്ത് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഒരു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാത്ത കാര്യങ്ങളുണ്ടാവും അല്ലേ. നമ്മളല്ലെങ്കിൽ ഒരു നോർമൽ ചെക്കപ്പിന് പോലും പോകാനായിട്ട് ചിലപ്പോൾ മടിച്ചു വരെ നിൽക്കും. അപ്പോൾ എന്തുമാത്രം ചെക്കപ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്ടർ, എന്തൊക്കെ കാര്യങ്ങളാണ് അത് ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ? Okay, when we come to actually checkups, we have like organizations definitely. American College of Obstetrics and Gynaecology, അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യൽ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് ചെക്കപ്പ് ഷുഡ് ബി ആക്ച്വലി സ്റ്റാർട്ടഡ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 13 and 15. That's when actually the girl actually attains her puberty. So ആ ചെക്കപ്പിൽ നമ്മൾ മെയിനായിട്ട് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ടു ഡിസ്കസ് ദ ഇഷ്യൂസ് റിഗാർഡിംഗ് പ്യൂബർട്ടി, മെൻസ്ട്രേഷൻ ആൻഡ് ഓൾ. ബിക്കോസ് ആ സമയത്ത് മീൻസ് ഗേൾസ് ദേ ആർ ആക്ച്വലി അറ്റൈനിങ് പ്യൂബർട്ടി ആൻഡ് ദേ ബിക്കമിങ് ദ വ്യൂമൺ. അപ്പോൾ ഇറ്റ്സ് വെരി ന്യൂ ഫേസ് ഇൻ അവർ ലൈഫ്. സോ മെനി കൺസേൺസ് ഉണ്ടാവും അവർക്ക്, സോ മെനി ഇഷ്യൂസ് ഉണ്ടാവും ദാറ്റ് സംടൈംസ് അവർക്കത് പാരൻസിനോടോ അല്ലെങ്കിൽ ആക്ച്വലി ഫ്രണ്ട്സിനോടോ ഡിസ്കസ് ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. സോ ദാറ്റ് ആ ചെക്കപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ടു പ്യൂബർട്ടി ഇഷ്യൂസ് ആൻഡ് മെൻസ്ട്രേഷൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആൻഡ് ടു അഡ്രസ് ദെയർ കൺസേൺസ് ആൻഡ് ഓൾസോ ക്വയറീസ് റിഗാർഡിംഗ് ദാറ്റ്. മെയിനായിട്ട് ആക്ച്വലി ഇറ്റ് വിൽ ബി എ ഡിസ്കഷൻ പോയിന്റ് ഓഫ് വ്യൂ ബിറ്റ്വീൻ ലൈക്ക് ദ പേഷ്യൻറ്റ് ആൻഡ് ദി ഡോക്ടർ. എക്സാമിനേഷൻസ് യൂഷ്വലി ആ സമയത്ത് ആവശ്യം വരാറില്ല, പക്ഷേ ഇഫ് ദേ ഹാവ് എനി ഗൈനക് റിലേറ്റഡ് ഇഷ്യൂസ് അത് നമുക്ക് ആക്ച്വലി ഹിസ്റ്ററിയിൽ നിന്ന് അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വിൽ ഡു ആൻ എക്സാമിനേഷൻ ഓൾസോ. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ഇഫ് എവറിത്തിങ് ഇസ് വെൽ ആൻഡ് ഗുഡ് പിന്നെ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് അറ്റ് ദ ഏജ് ഓഫ് 21 years. Okay, that is where when actually annual well human visit is actually started. 21 years ഏജിലാവുമ്പോഴാണ് നമ്മൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ എപ്പോഴും ആക്ച്വലി ഒരു ആനുവൽ വിസിറ്റ് വിത്ത് ദ ഗൈനക്കോളജിസ്റ്റ് ഇസ് വെരി ഗുഡ് ഫോർ ദ ഹ്യൂമൻ ഹെൽത്ത്. ഓക്കെ, ആ സമയത്ത് ആക്ച്വലി ദേ ക്യാൻ ഡിസ്കസ് ദെയർ ഇഷ്യൂസ് ആൻഡ് ഓൾസോ വി ക്യാൻ ഡു ദ എക്സാമിനേഷൻ. And also there are many screening modalities available, especially when with respect to the cancer and all, especially when we take pap smears and also the breast examinations, everything are very important. And also counseling regarding the reproductive health, and also that may be the point where they will be entering into the sexual life also. So regarding the birth control measures and also the good sexual health, everything we can actually openly discuss with the doctor. And also regarding immunization, there are many recommended immunizations which actually the society is not aware until now, like HPV vaccine that will actually prevent like even the prevention of cancer cervix to some extent is actually possible with HPV vaccine. And also the common things like flu shots etc. can be examined. Okay, so like from 21 years of age group we usually recommend yearly one visit with the gynecology is actually good. അതല്ലാതെ നമ്മളിപ്പം പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ മാത്രം പോകുന്ന ഒരു ടെൻഡൻസി മാറ്റിയെടുക്കുക, that is not actually the proper thing to be done actually. ഇങ്ങനെയാണ് ശരിക്കും വേണ്ടത്, പക്ഷെ സൊസൈറ്റി അത്ര അവെയർ അല്ല ഇതിനെല്ലാം പറ്റിയിട്ട്. പക്ഷെ മേ ബി ദിസ് മേ ഹെൽപ്പ് ദം ടു നോ അബൌട്ട് ദിസ്. ട്രൂ, ദിസ് അവയർനെസ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും മേ ബി as she also said, ഒരു ഓപ്പൺ ടോക്ക് ഓർ about the reproductive health അല്ലെങ്കിൽ വുമൻസിന്റെ ഹെൽത്ത്, we not too much like open to the conversations. Yes. Yeah, mostly it's discussed like that. So what do you think, how much it is important to talk like that, even including our maybe lifestyle issues and all? People are so scared to talk to the other person. Yeah, truly said. See, my open conversations are really essential. Why is it so important? See, you remember our mothers were there or grandma was there. அவங்க அவ்வளோ ஓப்பன் ஆகிட்டு பேச முடியல ரிகார்டிங் த பீரியட்ஸ் பெயினாக இருக்கட்டும், இல்லை ஹெவி ப்ளீடிங்காக இருக்கட்டும், இல்லை தேர் வாஸ் அ டிஸ்சார்ஜ் ஆர் சம் சார்ட் ஆஃப் இன்ஃபெக்ஷன். தே வர் நாட் ஓப்பன் டு டாக் டு திஸ் ஈவன் டு தேர் ஓன் மதர்ஸ் ஆர் சிஸ்டர்ஸ். But these kind of open conversations have actually helped down to break down the stigma, okay, to remove the taboo regarding menstruation, infertility issue இருக்கட்டும், இல்லை இன்ஃபெக்ஷன்ஸ் இருக்கட்டும், STDs இருக்கட்டும், இல்லை கேன்சர் ரிலேட்டட் இஷ்யூஸாக இருக்கட்டும். It is better that we start opening such kind of conversation on a regular basis. So what happens further when the woman is empowered with such kind of education?
slowly she is aware of this situation, and she will be able to detect any warning symptoms are there. She will approach to the doctor very soon, earlier than before. So this actually helps us to recognize so many cases of breast cancer condition or cervical cancer. When women start talking about this, normalizing these kind of conversations in daily lives, then actually they feel more supported. Their emotional well-being is more. They think, okay, it's a normal part and parcel of their life. And finally, when we have such kind of conversation at societal levels, it actually ends up with the policy makers deciding to fund more for women's health. See, as such, when we look into the research which was done previously, it used to be more male-oriented subjects. The males were the main subjects used for the trials, clinical trials, I think. But women-related health conditions, we need more of women subjects so that the studies are much clearer and we can understand the disease pattern, manifestation, how the women are responding to therapy. True. And you were talking about the periods pain, right? അപ്പോൾ ഈ പീരിയഡ്സ് പെയിൻ പോലും ഒരു പരിധി കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ പോലും ഇത് ഡേഞ്ചറസ് ആണ് എന്ന് the people are not aware. Like amma solluvaanga like avlu appadina irukku alle nammal science athayum illalo alle അങ്ങനെ ഒരു അങ്ങനെ ടോക്ക് വെരി കോമൺ ആണ് നമ്മുടെ സൊസൈറ്റിയിൽ. എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ഇതിനെല്ലാം നമ്മൾ ഡോക്ടേഴ്സിനെ കാണാൻ പോകാറില്ലല്ലോ. പണ്ട് എല്ലാ വർഷവും നമ്മൾ ഡോക്ടറെ കാണാൻ പോകാറുണ്ട്, ഇതുപോലെയാണ്. പക്ഷെ അങ്ങനെയല്ല. ആക്ച്വലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ച്വലി ഡിസീസസിന്റെ ബേർഡനും ആക്ച്വലി ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ പണ്ട് ഉള്ളതുപോലെ ഡിസീസസ് അല്ല ആക്ച്വലി. എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഇത്ര കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് കുറവായിരുന്നു. എസ്പെഷ്യലി ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസും അങ്ങനത്തെ ഈ PCOS ആക്ച്വലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്ച്വലി പണ്ടുണ്ടായിരുന്നതിനേക്കാളും ഒരുപാട് കൂടുതലാണ് നമ്മളിപ്പോൾ കാണുന്നത്. മേ ബി ബിക്കോസ് ഓഫ് നമ്മളെ ലൈഫ് സ്റ്റൈൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ സെഡൻറ്ററി ആണ് ആക്ച്വലി നമ്മുടെ ലൈഫ്. പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ ചെറുപ്പത്തിൽ ആക്ച്വലി സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ആക്ച്വലി ബാഗ് അവിടെ ഇട്ടിട്ട് പറമ്പിൽ കളിക്കാൻ പോകുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റമായിരുന്നു. ഇപ്പം ആക്ച്വലി ഒന്നൊക്കെ എന്തെങ്കിലും മൊബൈലിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ സോഫയിൽ ഇരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ആക്ച്വലി കാരണം ഈവൻ ദോ ആക്ച്വലി കാണുമ്പം മേ ബി ലൈക്ക് യുവർ കിഡ് ഇസ് ആക്ച്വലി വെരി തിൻ ആൻഡ് ഓൾ, പക്ഷേ എൻഡോജീനിയസ് ഫാറ്റ് ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവമുണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി റെസ്പോൺസിബിൾ ഫോർ ദി ഹോർമോണൽ പ്രൊഡക്ഷൻ ഇൻ അഡീഷൻ ടു ദ ഓവറീസ്. അപ്പോൾ അത് കാരണം ആക്ച്വലി ഒരുപാട് ഹോർമോണൽ ഇംബാലൻസസ് ആക്ച്വലി ഈ ഗേൾ ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പം തുടക്കത്തിൽ മേ ബി ലൈക്ക് ഫോർ അവർ കൺസേൺ ഇനീഷ്യലി ആക്ച്വലി ലൈക്ക് ഇനീഷ്യലി 1 or 2 years after the menses there is a chance that at the periods can be irregular. ഓക്കെ, പക്ഷേ അവിടെ നമ്മുടെ മുന്നിൽ വരുന്ന ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ അതൊരു നോർമൽ ക്രൈറ്റീരിയ ആണ് അല്ലെങ്കിൽ നോർമൽ പാറ്റേൺ ആണെന്നുള്ളത് ഉറപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ബിക്കോസ് സോ മെനി ഡിസീസസ് ആർ ഓൾസോ ദെയർ. ഈ PCOS, തൈറോയ്ഡ് ഇഷ്യൂസ് ഇതൊന്നും ഇല്ലാണ്ട് ഇതൊരു നോർമൽ ക്രൈറ്റീരിയ ആണ് ഫസ്റ്റ് 3 years. കാരണം നമ്മുടെ ഹോർമോണൽ ആക്സിസ് ഒക്കെ മെച്യൂർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഈവൻ ദോ വി അറ്റൈൻ ദ മെനാർക്കി, നെക്സ്റ്റ് ഒരു ഓവർ ദ 3 or 4 years ആണ് ആക്ച്വലി ഫുള്ളി മെച്യൂറൈസേഷൻ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പീരിയഡ്സിൽ വരുന്ന ഇറെഗുലാരിറ്റീസ് ആർ വെരി കോമൺ. പക്ഷേ അവിടെ വരുന്ന ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ അത് വേറൊരു ഡിസീസ് അല്ലാന്ന് ഉറപ്പിച്ച് ഇവരെ ആക്ച്വലി ഇവരുടെ കൺസേൺസ് അഡ്രസ്സ് ചെയ്ത് ഇവരെ ആക്ച്വലി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ കൺസേൺ ആയിട്ട് ആ സമയത്ത് വരുന്നത്. അപ്പം അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ പറഞ്ഞത് 13 to 15 years when we start the menarche, it is the ideal time to start a health. അപ്പോൾ ഏകദേശം ഇതിന്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. യെസ്. ആൻഡ് ഇപ്പോഴത്തെ ഒരു ടെക്നോളജി വൈസ് നോക്കിക്കഴിഞ്ഞാൽ we have a huge കുറേ കൂടി വൈഡർ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സ്കോപ്പും കാര്യങ്ങളൊക്കെ വൈഡർ ആയിക്കൊണ്ടിരിക്കുകയാണ് ടു ഡയഗ്നോസ് ഓൾസോ എല്ലാ രീതിയിലും നോക്കുമ്പോൾ. സോ ഈ ഒരു റീസെന്റ് ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ആണെങ്കിലും ഇപ്പോൾ മാം പറഞ്ഞ പോലെ നമുക്ക് ചെക്കപ്പിന് വന്നാലേ അറിയുള്ളൂ, ബട്ട് സ്റ്റിൽ വരുമ്പോഴത്തേക്കും ഈ ടെക്നോളജി എന്തുമാത്രം ഹെൽപ്ഫുൾ ആണ് മാം ടു ഡു ഇറ്റ്? See, nowadays wearable technology is available. Like a woman-specific health biometrics tracking, some patches and rings are available through which we can actually track our menstrual symptoms, the mood swings, menopausal status, anxiety, depression. Idu track pandradhukku they are actually doing a lot of research to prepare such kind of devices. In another 5 to 10 years, such kind of devices will actually empower women. See, the woman can just sit at home and track all these symptoms and she can come to the doctor when she feels that it is abnormal. See, this is a very innovation.
So wearable technology பார்த்தீங்கன்னா லேபர் வார்டில் it can help in fetal heart rate monitoring. So continuous tracking இருக்கிறதுனால in a busy labor ward when we can't make the patient like நம்மளே monitor செய்ய முடியலங்கி we can ask them to wear these trackers and inform us if there is any change. അപ്പോൾ ഇങ്ങനെ ഓരോ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് ടെക്നോളജിയിൽ എല്ലാത്തിലും. ഇപ്പോൾ വുമൻസ് ഹെൽത്തിനെ കുറിച്ച് നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ചെക്കപ്പും കാര്യങ്ങളും, എന്നാൽ മാത്രമേ ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദെയർ, ദെൻ ഓൺലി ഓൾ ദീസ് തിങ്സ് അല്ലേ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് കമ്മിങ് ബാക്ക് ടു ലൈക്ക് ഈവൻ ഒരു മെൻസ്ട്രൽ രീതിയിലാണെങ്കിലും ബാക്കിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദർ ആർ സോ മെനി ഗേൾസ് ഐ ഹാവ് സീൻ. ഓക്കെ, ദിസ് ഇസ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഐ എം ടോക്കിംഗ് ടു യു. ലൈക്ക് ഒരു കുട്ടിക്ക് ഓൾമോസ്റ്റ് ഒരു 9 മാസം പീരിയഡ്സ് വന്നില്ല. And she didn't know and what to do, and the parents are very unaware about it. Like അവരത് നോക്കുന്നില്ല അല്ലേ, അവർ they are busy with their own life. So ഈ കുട്ടിക്കും അതിനുള്ള എഡ്യൂക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുന്നില്ല. So what is that one thing we can do, like അത് സ്റ്റാർട്ടിങ് ഫ്രം പേരൻസിൽ നിന്നും തുടങ്ങേണ്ടി വരും. എന്നാൽ പോലും എങ്ങനെയൊക്കെയാണ് കുട്ടികൾക്ക് അത് ഒരു മന്ത്ലി തന്നെ കറക്റ്റായിട്ട് പോകേണ്ടതാണ്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എങ്ങനെ അവെയർനെസ്സും അല്ലെങ്കിൽ ടു ദ വുമൻസ് ഹെൽത്തിനെ കുറിച്ച് എങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും? പണ്ടത്തെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ആക്ച്വലി ഇപ്പം കുറച്ചും കൂടെ അസസ് കൂടുതലാണ്. ആക്ച്വലി ഹെൽത്തിൽ കുറച്ചുകൂടെ അസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഹെൽത്ത് അവെയർനെസ് ടോക്സ് ആർ സോ മെനി ഹെൽത്ത് അവെയർനെസ് ടോക്സ് ആർ ദെയർ ആക്ച്വലി അവൈലബിൾ. ആൻഡ് ഓൾസോ നമ്മൾ സ്കൂൾ ലെവലിലും ആക്ച്വലി ഹെൽത്ത് അവെയർനെസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം ഈവൻ ഈ ഒരു മിക്ക കുട്ടികളും ആക്ച്വലി ലൈക്ക് ഐ എം ടെല്ലിങ് ലൈക്ക് 75 to 80% ഓഫ് സ്റ്റുഡൻസും 2 മാസം ആക്ച്വലി പീരിയഡ്സ് വന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഉണ്ട് എന്നുള്ളത് അങ്ങനെ ഒരു കാര്യത്തിൽ ഇപ്പോൾ അവെയറാണ്. പണ്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഫീൽ എന്തോ വരാൻ പോകുന്നുണ്ട്, കുറച്ചുകൂടെ കൺസേൺ ആണ്. കാരണം കുറച്ചും കൂടെ ആക്ച്വലി ആ ഏജിലുള്ള പിള്ളേർ ആക്ച്വലി കുറച്ചുകൂടെ ഇപ്പോൾ ഡോക്ടറിനെ കാണാൻ വരുന്നുണ്ട് പണ്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ എന്നാലും ഉണ്ട്, അൺഅവെയർ ആയിട്ടുള്ള പോപ്പുലേഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ ഈ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ മേ ബി ലൈക്ക് ഫ്രം ലോവർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് പീപ്പിൾ സ്റ്റിൽ അൺഅവെയർ ആയിട്ടുണ്ട്. ലൈക്ക് 3 years ഒക്കെ പീരിയഡ്സ് ആവാണ്ട് വന്ന പേഷ്യൻസ് ഉണ്ട് നമുക്ക്. അപ്പം ഇപ്പം ഐ തിങ്ക് ആക്ച്വലി ദേ ആർ അവെയർ. എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ട് എന്നുള്ളതും അത് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതും അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ പറ്റിയിട്ടും കുറച്ചും കൂടെ ഒരു അവെയർനെസ് നമ്മുടെ കിഡ്സിലുണ്ട്. ഐ തിങ്ക് ആക്ച്വലി ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് ഓൾസോ വർക്കിംഗ് സോ മച്ച്. അവർ തന്നെ ആക്ച്വലി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കുറേ ഹെൽത്ത് ടോക്സും ഹെൽത്ത് അവെയർനെസ്സും ഹ്യൂമൻ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസും മെൻസ്ട്രൽ ഹൈജീനും ഇങ്ങനത്തെ ക്ലാസ്സിനൊക്കെ ആക്ച്വലി നമ്മളെ ഇപ്പം ആക്ച്വലി ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ആക്ച്വലി ദാറ്റ് ഈസ് ഡൂയിങ് എ ഗുഡ് വർക്ക് ആക്ച്വലി. ആൻഡ് ബിഫോർ ഫിനിഷിങ് ഇറ്റ് അപ്പ് മാം, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുട്ടികളാണെങ്കിലും എല്ലാവരും ഈ പറഞ്ഞ ഒരു കറക്റ്റ് ചെക്കപ്പ്, കറക്റ്റ് കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ദേ ഹാവ് ടു ഓൾസോ ലുക്ക് അറ്റ് ദെയർ ഡയറ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ലൈഫിൽ നോർമൽ രീതിയിൽ നോക്കുമ്പോൾ വി ഡൂയിങ് സോ മെനി മിസ്റ്റേക്സ് അല്ലേ, ഒരുപാട് മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ മിസ്റ്റേക്സ് മാറ്റിയിട്ട് ഒരു മിനിമൽ രീതിയിൽ ഹൗ ദേ ക്യാൻ ലൈക്ക് അവോയ്ഡ് ഗെറ്റിംഗ് ഇൻ ടു ഓൾ ദീസ് തിങ്സ്. ആക്ച്വലി ഫുഡിൻ്റെ ആണെങ്കിലും ഒക്കെ തന്നെ 2 വിഷയം: മെയിൻറ്റെയിൻ എ നോർമൽ ബോഡി വെയ്റ്റ്, മാനേജ് സ്ട്രെസ്. ഇത് ரொம்ப മുഖ്യം. As you know, the current lifestyle, how it is going, like managing stress has played a very important role. Like you see many of the conditions that we see nowadays, stress related issues are occurring. So eating disorder varthu, slowly there will be hormonal imbalance undu, PCOS undu. So a good sleep is very essential. 7 to 9 hours of regular sleep. And in regular physical activity, at least half an hour. Namakaga, see, the woman should try to prioritize her own health. See, when the woman is strong in the family, she stands strong, the family goes together. Yes, yeah. So at least just for 30 minutes a day, 5 days a week minimum. This is the basic that is recommended. Yes, so half an hour we can allow for ourselves for regular physical activity. As walking or jogging or for stress related things, you can go for meditation, yoga, breathing techniques. Nowadays a lot of other issues that are like pilots under. അതെ, അങ്ങനെ കുറേ ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചുരുക്കിയാണ് നമ്മൾ പറഞ്ഞു തന്നത്. പക്ഷേ വി ഹാവ് മോർ ടു ഡിസ്കസ് ആൻഡ് ഐ നോ യു വിൽ ബി ഹാവിങ് സോ മെനി ക്വസ്റ്റ്യൻസ് ഇൻ യുവർ ഹെഡ് ഓൾസോ. പക്ഷേ അതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നേരിട്ട് റിയാദ മെഡിക്കൽ സെൻറ്ററിലേക്ക് വരാം. ബോത്ത് ഡോക്ടേഴ്സ് ആർ അവൈലബിൾ ഹിയർ. ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ഫിസിക്കൽ ഹെൽത്ത് അല്ലെങ്കിൽ വുമൻസ് ഹെൽത്ത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഗോയിങ് ടു എഫക്റ്റ് അവർ മെൻറ്റൽ ഹെൽത്ത്. ഈ ഫിസിക്കൽ ഹെൽത്ത് പോലെ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക്
ഒരുപോലെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് വിച്ച് ഇസ് ദ ബെസ്റ്റ് തിങ് ഇൻ ദിസ് വേൾഡ് വിച്ച് വി ഹാവ് ടു ടേക്ക് കെയർ. അപ്പോൾ ആ ഒരു സംഭവം നല്ല രീതിയിൽ കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് റെഗുലർ ചെക്കപ്പിനൊക്കെ തന്നെ വരിക. സോ താങ്ക് യു സോ മച്ച് Lufna ma'am and also Vijayalakshmi ma'am for joining with us. So for more updates and for more information you can come and visit them actually here at Reyada Medical Center, Siri Road. So thank you so much. Thank you. Thank you.